കൊച്ചു കൂട്ടുകാർക്കും കിളിക്കൊണ്ടിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇത് കൊന്തമാസമല്ലേ? നിങ്ങളെല്ലാവരും മുടങ്ങാതെ കൊന്തെത്തിക്കാറില്ലേ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ മറക്കാതെ കൊന്തെത്തിക്കണേ. എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റിലെ പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നുമോളും കാവൽമാലാഖയും. നാലാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. ആറാമത്തെ സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും നമ്മുടെ കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എന്റെ കഥ. കൂട്ടുകാരെ, ഞാനാണ് ചിത്രശലഭം. എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് കൂട്ടുകാരെ, പൂമ്പാറ്റ എന്നാട്ടോ അത്. ഒരു ഷഡ്പദമായ എന്റെ പേര് ഇംഗ്ലീഷിൽ ബട്ടർഫ്ലൈ എന്നാ. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമായ ആർത്രോപോഡയിലെ ഇൻസെക്റ്റ എന്ന വിഭാഗത്തിലെ പിഡോപ്റ്റിറ എന്ന ഗോത്രത്തിലാണ് ഞങ്ങൾ ചിത്രശലഭങ്ങൾ പെടുന്നത്. ഞങ്ങളെ പറ്റി പഠനം നടത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ആളുകളെ ലെപ്പിഡോപ്റ്റിറിസ്റ്റ് അഥവാ ഔറേലിയൻസ് എന്നാ വിളിക്കുക. ഞങ്ങൾക്ക് 6 കാലുകളും 3 ഭാഗങ്ങളുള്ള ശരീരവും ഒരു ജോഡി സ്പർശിനി അഥവാ ശൃംഗകയും സംയുക്ത നേത്രങ്ങളും ബാഹ്യാസ്ഥികൂടവും 2 ജോഡി ചിറകുകളുമാണ് ഉള്ളത്. അഗ്രഭാഗം ഉരുണ്ടതോ നിവർന്നു നിൽക്കുന്നതോ ആയ ഒരു ജോഡി സ്പർശിനികൾ എതിർലിംഗത്തിൽപ്പെട്ട ശലഭത്തെ തിരിച്ചറിയാൻ വേണ്ടിയാ. പിന്നെ ഞങ്ങൾ ചിത്രശലഭങ്ങളുടെ ശരീരം വളരെ ചെറിയ സംവേദനശേഷിയുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാ. ഞങ്ങളുടെ ചിറകുകളും കാലുകളും വക്ഷസ് അഥവാ തോറാക്സിൽ നിന്നുമാ ഉത്ഭവിക്കുന്നത്. ഈ തോറാക്സിനുള്ളിലെ പേശികളാണ് ചിറകുകളും കാലുകളും ചലിപ്പിക്കാനുള്ള ശേഷി ഞങ്ങൾ ചിത്രശലഭങ്ങൾക്ക് നൽകുന്നത്. മങ്ങിയ രൂപങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുവെങ്കിലും വളരെ വ്യക്തമായ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് കൂട്ടുകാരെ. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടുന്നതുകൊണ്ട് അപകടഘട്ടങ്ങളിൽ നിന്ന് അതിവേഗം രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കും. ആൺചിത്രശലഭങ്ങൾക്ക് താരതമ്യേന വലിയ കണ്ണുകളാണുള്ളത്. ഒപ്പം നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും കൂടുതലുണ്ട്. ഞങ്ങളുടെ ചിറകുകൾക്ക് അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. തുമ്പിക്കൈ പോലെ നീണ്ടു നിൽക്കുന്ന സ്പർശകങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ പൂക്കളിൽ നിന്നും തേൻ നുകരുന്നത്. ഒന്നായി തോന്നുന്നുവെങ്കിലും കൂടിച്ചേർന്ന 3 ഖണ്ഡങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ വക്ഷസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ഖണ്ഡങ്ങളുടെ അടിവശത്തായാണ് ഞങ്ങളുടെ കാലുകൾ സ്ഥിതി ചെയ്യുന്നത്. ചിത്രശലഭങ്ങളുടെ കാലിന് ഒരു പ്രത്യേകതയുണ്ട്. കാലുകളുടെ അഗ്രഭാഗം ഉപയോഗിച്ചാണ് ഞങ്ങൾ രുചിച്ചറിയുന്നത്. പിന്നെ ഞങ്ങളുടെ ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം ചേർത്ത് വച്ചിരിക്കുന്ന നേർത്ത 2 സ്തരങ്ങൾ കൊണ്ടാണ്. ഈ സ്തരങ്ങളെ പൊതിഞ്ഞ് പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ശൽക്കങ്ങളുണ്ട്. ഈ ശൽക്കങ്ങളുടെ വരമ്പുകളിലും ചെരിവുകളിലും വിവിധ കോണുകളിൽ പ്രകാശം പതിക്കുമ്പോഴാണ് വർണ്ണാഭമായ രീതിയിൽ ഞങ്ങളുടെ ചിറകുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ പൂമ്പാറ്റകളുടെ ജീവിതചക്രത്തിൽ 4 ഭാഗങ്ങളുണ്ട്. മുട്ട, ശലഭപ്പുഴു അഥവാ ലാർവ, പ്യൂപ്പ, ചിത്രശലഭം എന്നിവയാണവ. ശലഭപ്പുഴുവിനെ ആഹാരമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങളുടെ ഇലയിലാണ് ചിത്രശലഭങ്ങൾ മുട്ടകളിടുന്നത്. തന്റെ ശരീരത്തിൽ നിന്നും ഊറി വരുന്ന പശയുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് ചിത്രശലഭം താനിടുന്ന മുട്ടകൾ ഇലയിൽ ഒട്ടിച്ചു വയ്ക്കുന്നത്.
സാധാരണയായി 2 മുതൽ 6 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് ലാർവ പുറത്തു വരും. ലാർവയുടെ ആദ്യത്തെ ഭക്ഷണം മുട്ടയുടെ പുറന്തോടാണ്. പിന്നീടാണ് ഇലകൾ ഭക്ഷിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ലാർവയുടെ ഭാരം 1000 മടങ്ങ് കൂടും. തലഭാഗമടക്കം 14 ഖണ്ഡങ്ങളാണ് ലാർവയുടെ ശരീരം. പിന്നീട് ലാർവ ഭക്ഷണം കഴിക്കൽ നിർത്തുകയും ഇലയുടെ അടിയിലോ കമ്പുകളിലോ സ്വയം ഉണ്ടാക്കിയ ഒരു ഉറയിൽ സമാധിയായിരിക്കാൻ തുടങ്ങും. ഈ അവസ്ഥയ്ക്കാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. പ്യൂപ്പ അവസ്ഥയിലിരിക്കുന്ന ലാർവ 1-2 ആഴ്ച കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി കൂട് പൊട്ടിച്ച് ചിത്രശലഭങ്ങളായി പുറത്തുവരും. പിന്നെ വേദനാജനകമായ ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ. ഞങ്ങൾ ചിത്രശലഭങ്ങൾക്ക് ആയുസ് തീരെ കുറവാണ്. വലിയ ഇനം ചിത്രശലഭങ്ങൾക്ക് 2 മാസത്തോളവും ചെറിയ ഇനങ്ങൾക്ക് 2-3 ആഴ്ചകൾ മാത്രമാണ് ആയുസുള്ളത്. ഞങ്ങളുടെ പ്രധാന ഭക്ഷണം പൂന്തേനാണെങ്കിലും ചില ഇനം ചിത്രശലഭങ്ങൾ പൂമ്പൊടിയും മരത്തിന്റെ നീരും ചീഞ്ഞു പോകാറായ പഴങ്ങളും അഴുകിയ മാംസവും മണലിലും ചെളിയിലും മറ്റും അലിഞ്ഞു ചേർന്ന ധാതുക്കളും ഭക്ഷിക്കാറുണ്ട്. പിന്നെ ചിത്രശലഭങ്ങൾ ചെടിയിൽ കളിക്കുന്നത് വിവിധ പോഷകങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാട്ടോ. സൂര്യപ്രകാശം ഉപയോഗിച്ചാണ് ഞങ്ങൾ ദിശ മനസ്സിലാക്കി ദേശാടനം നടത്തുന്നത്. ശരീരത്തിലെ നീണ്ട സ്പർശിനി ഉപയോഗിച്ചാണ് ഞങ്ങൾ കാറ്റിന്റെ ഗതിയും പൂന്തേനും കണ്ടുപിടിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങളെ കാണുന്നത് ആറളം വന്യജീവി സങ്കേതത്തിലാട്ടോ. എങ്കിൽ കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ. ഇതൊക്കെയാ കൂട്ടുകാരെ ഈ പാവത്താൻ ചിത്രശലഭത്തിന്റെ കഥ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് കടന്നാലോ. അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. ഇന്ന് മീര എന്തായിരിക്കും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കുട്ടിപ്പാചകം. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാറില്ലേ? അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 3 എണ്ണം, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്, എണ്ണ ആവശ്യത്തിന്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുക്കാം. നിങ്ങൾ കൈമുറിയാതെ സൂക്ഷിച്ച് വേണേ കട്ട് ചെയ്യാനേ. നിങ്ങൾക്കിത് തനിയെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയുടെ സഹായം തേടാവേ. ഇനി നമുക്കിത് സ്ലൈസറിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും വിനാഗിരിയും ചേർക്കാം. ഇനി നമുക്കിത് തിളയ്ക്കാൻ വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം.
നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് എണ്ണ തിളയ്ക്കാൻ വെക്കാം. എണ്ണ തിളച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മൊരിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടു കൂട്ടുകാരെ, ഞാൻ എത്ര ഈസി ആയിട്ടാ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയതെന്ന്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മീര പഠിപ്പിച്ച ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. ഇന്ന് അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽമാലാഖയും. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കണു മാലാഹേ. അതൊക്കെ പോട്ടെ, ഇന്ന് എന്താ എന്റെ അന്നമോളുടെ സംശയം? സ്ഥലത്ത് കൃഷിയായിട്ടുള്ള കളിയുണ്ടോ മാലാഹേ? ഉണ്ടല്ലോ അന്നമോളെ. അതെന്തൊക്കെയാ മാലാഹേ? കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ആഘോഷം ഓണമാണ്. അത് കഴിഞ്ഞാൽ വിഷു. ഓണവും വിഷുവും വിളവെടുപ്പുത്സവമാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മരമടി എന്ന ആഘോഷം.
മരമടിയോ? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാളയോട്ട മത്സരമാണ് മരമടി. പോത്തോട്ടം, കാളപ്പൂട്ട് എന്നീ പേരുകളും മരമടിക്കുണ്ടട്ടോ. പത്തനംതിട്ടയിലെ ആനന്ദപ്പള്ളി, പാലക്കാട്, കോട്ടായി, ചിതലി എന്നീ സ്ഥലങ്ങളിലാ പ്രധാനമായും മരമടി നടക്കുന്നത്. ഏതോടത്തും മരമടി ഇല്ലേ മാലാഹേ? ഉണ്ടല്ലോ. എന്നാൽ പത്തനംതിട്ടയിലെ പോലെയും പാലക്കാടിലെ പോലെയും അത്ര വിപുലമല്ലെന്ന് മാത്രം. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം എന്നീ ജില്ലകളിലും മരമടി ഉണ്ട്. കോഴിക്കോട്ടെ പയ്യനാട്ടിലുള്ള കാളപ്പൂട്ട് മത്സരം ജനകീയമായ സാംസ്കാരികോത്സവമാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന കാളകളാണ് പയ്യനാട്ടെ കാളപ്പൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിവിദഗ്ധരായ കാളക്കാരായിരിക്കും മത്സരത്തിൽ കാളകളെ നിയന്ത്രിക്കുന്നത്. കാള, പോത്ത് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. എന്താ മാലാകെ ആ മത്സരത്തിന്റെ രീതി? ഉഴുതുമറിച്ച വയലുകൾ അഥവാ കണ്ടങ്ങളാണ് മരമടിയുടെ സ്റ്റേഡിയം. നുകം വച്ചു കെട്ടിയ 2 കാളകളും അവയെ നിയന്ത്രിക്കുന്ന 3 ആളുകളും ചേർന്നതാണ് ഒരു സംഘം. ഇത്തരത്തിലുള്ള 30 സംഘങ്ങളെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടാകും. ഉച്ച മുതൽ വൈകുന്നേരം വരെയാണ് മത്സരം. പ്രത്യേകം പരിശീലിപ്പിച്ച കാളകളും വൈദഗ്ധ്യമുള്ള കാളക്കാരുമാണ് മരമടിയിൽ പങ്കെടുക്കുന്നത്. എന്നിട്ടോ ഉഴവും മൃഗങ്ങളെയും കുളിപ്പിച്ച് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കൊണ്ട് ആദ്യം അലങ്കരിക്കും. അത് കഴിഞ്ഞ് തുടി, മരം എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ മൃഗങ്ങളെ ഇളനീർ കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം കൂട്ടിക്കെട്ടി വയലിലിറക്കും. ഓരോ മൃഗങ്ങൾക്കും ഒരു പോത്തോട്ടക്കാരനുണ്ടാകും. അയാൾ മൃഗവുമായി ബന്ധിക്കപ്പെട്ട ഒരു പലകയിൽ നിന്ന് മൃഗത്തിനൊപ്പം സഞ്ചരിക്കും. മൃഗങ്ങൾ മുന്നോട്ട് കുതിക്കുന്നതിനനുസരിച്ച് ഓട്ടക്കാരൻ പലകമേൽ നിന്ന് മൃഗത്തെ തെളിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് പലകയിൽ നിന്നും പുറത്തിറങ്ങി ഓടുകയും ചെയ്യും. ഈ മരമടി കൊള്ളാലോ മാലാഹേ? അതെ അതെ. എനിക്ക് ഇതൊക്കെ ഫ്രണ്ട്സിനോട് പോയി പറയണം. അതിനെന്താ, വേഗം ചെന്ന് പറഞ്ഞോ അന്നമോൾ. ബായ് മാലാഹേ. ബായ് അന്നമോളെ. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ഇനി നല്ല ശീലത്തിൽ ജിറാഫ് എന്തായിരിക്കും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, ഞാൻ ജിറാഫ്. ഞാനിന്ന് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എന്തായിരിക്കും അതെന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചിലർക്കൊക്കെ മടിയുള്ള ഒരു കാര്യമുണ്ട്, വായന. പാഠപുസ്തകം വായനയെ പറ്റി അല്ലട്ടോ ഞാൻ പറയുന്നത്, പുസ്തക വായനയെ പറ്റിയാ. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നോ നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം. ലോക ചരിത്രത്തിലെ ക്ലാസിക്കുകളായ പുസ്തകങ്ങളും പകർത്ത് വ്യക്തികളുടെ ജീവിതകഥ അടങ്ങിയ പുസ്തകമെല്ലാം നിങ്ങൾ നിങ്ങളോട് വായനയിൽ ഉൾപ്പെടുത്തണം. പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. വായനയിലൂടെ ജീവിത രീതികൾ മാറി നല്ലൊരു മനുഷ്യനാകാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രശസ്ത മലയാള കവിയെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതെന്താ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നല്ലേ കൂട്ടുകാരെ? അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുമല്ലോ. ജിറാഫ് പറഞ്ഞ നല്ല ശീലങ്ങൾ കൂട്ടുകാരെല്ലാവരും കേട്ടില്ലേ? ഇനി ജിറാഫ് പറയുന്ന പോലെയെല്ലാം നിങ്ങൾ ചെയ്യണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. ഇന്ന് ഉണ്ണിക്കഥകളിൽ ആരായിരിക്കും നമ്മളെ കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ണിക്കഥകൾ. കൂട്ടുകാരെ, ഞാൻ 2 ചങ്ങാതിമാരുടെ കഥ പറയട്ടെ. മല്ലനും മാധവനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ കാട്ടിൽ കൂടെ തേൻ ശേഖരിക്കാൻ പോയി. കാടിന്റെ നടുവിലെത്തിയപ്പോൾ അതാ ഒരു കരടി വരുന്നു. മല്ലനും മാധവനും
ഭയന്നുപോയി. മല്ലൻ ചാടി ഒരു മരത്തിൽ കയറി. മാധവനോ മഴങ്കേറ്റം അറിയില്ലായിരുന്നു. എവിടെയോ പറയുന്ന കേട്ടിട്ടുണ്ട് കരടി ചത്ത ജീവികളെ ഭക്ഷിക്കില്ലെന്ന്. മാധവൻ ചത്തവ പോലെ ശ്വാസം വലിച്ചു കിടന്നു. കരടി വന്നു മണത്ത് നോക്കിയിട്ട് മാധവനെ ഉപേക്ഷിച്ചിട്ട് പോയി. കരടി പോയെന്നുറപ്പായപ്പോ മല്ലൻ താരെ ഇറങ്ങി വന്നു. ചങ്ങാതി, കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? മല്ലൻ പറഞ്ഞു, കരടി പറഞ്ഞത് ആപത്തിൽ ഉപേക്ഷിക്കുന്നവൻ യഥാർത്ഥ സുഹൃത്തല്ല എന്നാണ് കരടി പറഞ്ഞത്. കൂട്ടുകാരെ, ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഉണ്ണിക്കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല മെസ്സേജ് ഉള്ള കഥയായിരുന്നില്ലേ അത്? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് കടന്നാലോ? അടുത്ത സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. എങ്കിൽ നമുക്ക് വേഗം കിങ്ങിണിക്കാട്ടിലേക്ക് പോയാലോ? സിംഹരാജന്റെ അടുത്തേക്ക്. നിറക്കൂട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കിങ്ങിണിക്കാട്ടിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രം ലീന മരിയ ജോർജിന്റേതാണ്. ഹായ് ലീന. എവിടെ സിംഹരാജൻ ലീനയുടെ വീട്? ഇത് ഗൾഫ് രാജ്യത്തിലാ കൂട്ടരെ. അതേതായിരിക്കും ആ രാജ്യം? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. സൗദി? സൗദി അല്ലല്ലോ. ദുബായ് ആണോ? ദുബായും അല്ല. എന്നാ കുവൈറ്റ് ആണോ സിംഹരാജൻ? അതേല്ലോ, കുവൈറ്റിലാണ് ലീന മരിയ എന്ന കൊച്ചുമിടുക്കിയുടെ വീട്. ലീന വരച്ച ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ കൂട്ടരേ. ഒരു അമ്മ പക്ഷി, 2 കിളിക്കുഞ്ഞുങ്ങൾ, കിളിക്കൂട്, മരച്ചില്ല, ഇലകൾ. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ലീന ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയൂ കൂട്ടരേ. മഞ്ഞ, പച്ച, ബ്രൗൺ, ചുവപ്പ്. നിങ്ങൾ പറഞ്ഞ നിറങ്ങൾ ഉപയോഗിച്ചാണ് ലീന മരിയ മനോഹരമായതും സിമ്പിളായതുമായ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ലീനയുടെ പടം. നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരച്ച് കിളിക്കൂടിന് അയച്ചു തരാം. അങ്ങനെ അയച്ചു തരുന്നവരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന പടം വരച്ച ആൾക്ക് സമ്മാനങ്ങളുമുണ്ട്. അപ്പൊ വേഗം തന്നെ പേപ്പറും പെൻസിലും എടുത്ത് പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങിക്കോ ഫ്രണ്ട്സ്. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും കിളിക്കൂടിന് അയച്ചു തരാം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയറിയിക്കാൻ മറക്കല്ലേ. അതാണ് ഞങ്ങളുടെ അഡ്രസ്. ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 680309, ഫോൺ 8606460033, kilikudgtv@gmail.com. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായില്ലേ? അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും കൊന്തെത്തിക്കാൻ മറക്കരുതേ. എങ്കിൽ കൂട്ടുകാരെ, അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.